വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. എന്ത് വാർത്ത? ഒരു കൗതുക വാർത്ത. പ്രിയമുള്ളവരെ നമസ്കാരം. ഒരു മാസം മുമ്പ് 1 മണിക്കൂറിന് മുകളിൽ ഞാൻ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ നിന്നും ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്. എന്താ രാമേന്ദ്ര പ്രശ്നം? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഒരു ഗർഭകാലത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ടോ? എന്താ ഞാൻ പറഞ്ഞ വല്ല കറക്റ്റ്? ഇല്ല, നീ ഇപ്പൊ പറഞ്ഞത് മിനി പറയാൻ പോകുന്നത് ഒക്കെ കറക്റ്റാ. കറക്റ്റ് അല്ലാത്ത ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ടോ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. നല്ലൊരു സദ്യ കഴിച്ച് പായസം കുടിച്ച് കിടന്നുറങ്ങുന്ന ഫീൽ ഉണ്ടല്ലോ, ആ ഒരു എൻജോയ്മെന്റ് ആണ് പ്രസവം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എനിക്ക് പ്രസവിക്കണം തോന്നിയപ്പോ ഓടിപ്പോയിട്ട് ഒരു ഒലക്ക എടുത്ത് ഞാൻ അരി അങ്ങ് കുത്തി പൊട്ടിച്ച് നേരെ പോയിട്ട് അങ്ങ് പ്രസവിച്ചു. പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ടോ? പിന്നെ ഡെലിവറി കഴിഞ്ഞ് പോയി അരി കുത്തുന്നത് അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഒന്നങ്ങോട്ടും നോക്ക് കണ്ണാ. എന്തൊരു സുഖമായിരുന്നു. സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കാര്യത്തിൽ ഇത്ര ആധികാരികമായി പറയുന്നത് ഒന്നാമത്തെ ശരിയല്ല. എനിക്കെതിരെ ഒരു ഡോക്ടർ പരാതി നൽകിയിരിക്കുന്നു. താങ്കൾ പറഞ്ഞു ലേബർ ഒരു എൻജോയ്മെന്റ് നിറഞ്ഞ പ്രോസസ്സാണ്. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. ഇതുവരെ ഒരു സ്ത്രീയും വളരെയധികം എൻജോയ് ചെയ്ത് ലേബർ ചെയ്യുന്നതോ ഡെലിവറി ചെയ്യുന്നതോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഏറ്റവും കുറവ് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഞാൻ അവിടെ പറഞ്ഞത് ഒരു കാലത്ത് എന്ന് ഉപയോഗിച്ചുകൊണ്ടും എന്നിട്ട് തമാശ രൂപേണ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയാവുന്ന ഒരു കാര്യം ഒരു തമാശക്ക് വേണ്ടി എന്ന് കൂടി ഒരു ഇൻവെർട്ടഡ് കോമയിലാണ് ഞാനിത് പറഞ്ഞത്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. എൻജോയ്മെന്റ് നിറഞ്ഞ പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ അമ്യൂസ്മെന്റ് പാർക്കിലോ സിനിമ തിയേറ്ററിലോ പോയി അപ്പുറത്ത് റൂമിൽ പോയി പ്രസവിച്ചപ്പോൾ ചെറിയൊരാശ്വാസം. ഒരു കാലത്ത് സ്ത്രീകൾ എൻജോയ് ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞ ആ എൻജോയ് എന്ന വാക്ക് അതൊരു പക്ഷെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള എന്റെ പ്രാവീണ്യ കുറവാകാം. ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം, പക്ഷെ ഞാൻ സംസാരിക്കില്ല. അതെന്താ? ഇംഗ്ലീഷിനോട് എനിക്ക് വെറുപ്പാണ്. അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച തലത്തിലല്ല അത് പുറത്തേക്ക് വന്നത് എന്നുള്ളതുണ്ടാവാം. ഞാൻ പറഞ്ഞ മനസ്സിലാവാത്തോണ്ടാണ്, അല്ലാതെ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്. ഒരു പീരീഡ്സ് പെയിൻ വന്നാൽ പോലും സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്ക്. എന്നാലും തട്ട് താഴ്ന്നിരിക്കും. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. പക്ഷെ ഇത്രയും താഴൊന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ കൃത്യമായി പറഞ്ഞത് അമ്മയാകാൻ കൊതിക്കുന്ന നിമിഷത്തിന്റെ ആനന്ദം എന്ന അർത്ഥത്തിലാണ്. എന്നാലും പഹയ മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരം എന്ന് വിചാരിച്ചിട്ടില്ല. അല്ലാതെ പ്രസവം എന്ന് പറയുന്ന വേദന നിറഞ്ഞ ഒരു പ്രവൃത്തിയല്ല ഞാൻ അവിടെ പറയുന്നത്. നീ ഒന്നും പണയണ്ട. താനൊരു അമ്മയാകാൻ പോകുന്നു എന്ന നിമിഷത്തിന്റെ ആത്മനിർവൃതിയിലാണ് ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. അതാണ്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. ഇവിടെ ഇന്ന് കുട്ടികൾ അമ്മയാകാൻ ഭയപ്പെടുന്നത്, സ്ത്രീകൾ അമ്മയാകാൻ ഭയപ്പെടുന്നത് ഗർഭകാലഘട്ടത്തെ ഒരു രോഗകാലഘട്ടമാക്കി താൻ എന്തുവാണോ തലയും താലും ഇല്ലാതെ പിന്നെ ഓരോന്നൊക്കെ പറയുന്നത്? നിങ്ങൾ ആഘോഷിച്ചോളൂ, നിങ്ങൾ എന്നെ ആക്രമിച്ചോളൂ, നിങ്ങൾ എന്നെ ആക്ഷേപിച്ചോളൂ. ഇതിലൊന്നും എനിക്ക് വ്യക്തിപരമായി യാതൊരു പരാതിയുമില്ല. എന്താടാ പിന്നെ? അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? എന്താണ് ഈ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ ഒന്നും പോലും തിരിച്ചറിഞ്ഞുകൂടാത്ത ജനതയെ അവരെ താഴെ തട്ടി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു കാര്യം പറയുമ്പോൾ പരിഹാസം. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ പട്ടുക്കോട്ട അങ്ങാട്